നഷ്ടങ്ങൾ പറ്റിയ വലിയ പടങ്ങളുണ്ട് എനിക്ക്. ബിജു മേനോൻ്റെ ആദ്യത്തെ പടം. അവിടെ പ്രശ്നം ഉണ്ടായത് ബിജു മേനോനെ നായകനാക്കുന്നതിൽ അതിൻ്റെ വിതരണക്കാരെതിരായിരുന്നു. എനിക്കതിനോട് എതിർപ്പൊന്നുമില്ലായിരുന്നു. യാതൊരു തരത്തിലും ബിജു ചെയ്യട്ടെ എന്നാണ്. അപ്പോഴും ജൂഡ് നമ്മുടെ കൂടെ നിന്നു. ജൂഡ് പറഞ്ഞില്ല. ഞാൻ എൻ്റെ 90 പടത്തിലുള്ള അഭിനയിച്ചു. ചുരുക്കം ചിലർ മാത്രം ഞാൻ സിനിമാക്കാരനാണ്, ഞാൻ സിനിമാ താരമാണ് എന്ന് പറയുന്ന ചിലരുണ്ട്. എന്നാൽ ചിലർ ഞാനും ഒരു മനുഷ്യനാണ്. ആ കൂട്ടത്തിൽ ഞാൻ ആദ്യം പറയുന്ന 2 വ്യക്തികളുണ്ട്. എൻ്റെ ഗിരീഷ് പുത്തഞ്ചേരിയെ പറ്റിയൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു ദുഃഖമുണ്ട്. കാരണം ഇത്രയും കാലം സിനിമാ ഫീൽഡിൽ നിന്നും പലരും ഇന്നില്ല. ഓരോ പടത്തിൻ്റെ ലിസ്റ്റ് ഞാൻ എടുത്ത് നോക്കും, ഇവരൊക്കെ മൺമറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നല്ലോ ദൈവമേ. വേണു പോലും മരിക്കുന്നതിന് 3 ആഴ്ച മുമ്പ് കോട്ടയത്തിൻ്റെ വീട്ടിൽ വന്നിരുന്നു. ജഗതി എപ്പോൾ കോട്ടയത്ത് വന്നാലും വീട്ടിൽ വരുന്ന ആളായിരുന്നു. മമ്മൂട്ടി ഒരു കാലത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നൊന്നും മമ്മൂട്ടിക്ക് പറ്റിയില്ല. കാരണം അദ്ദേഹം ലാണ് കൂടെ എടുക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്ന ഇല്ലിക്കാടുകൾ പൂത്താൽ എന്ന് പറയുന്ന ഒരു നോവലാണ്. വാസന്തിയുടെ തമിഴ് നോവല് വിവർത്തനം ചെയ്ത് വരികയാണ്. അപ്പം ഇത് ഈ പറഞ്ഞ പോലെ എൻ്റെ ഭാര്യ വായിക്കുന്നുണ്ട്, ഞാനും വായിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കുറേ അഭിപ്രായങ്ങൾ തരുന്നത് എനിക്ക് ഭാര്യ. പുള്ളി ഞാൻ പറഞ്ഞില്ല, കോളേജ് പ്രൊഫസറായിരുന്നു, ഒത്തിരി വായിക്കുന്നയാളാണ്. ഈ കഥകളൊക്കെ വായിക്കുന്ന ആളുമാണ്. പറഞ്ഞു ഇത് നല്ല കഥയാണ്, നമുക്കൊന്ന് സിനിമ ആക്കിയാലോ. അപ്പം ഞാൻ പത്മനാഭനോട് പറഞ്ഞു, പത്മനാഭ ഇത് ഇങ്ങനെയൊരു സാധനം ഉണ്ടോ, ഒന്ന് വായിക്കണമല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ഇതുവരെ മറ്റൊരാളുടെ കഥ എടുത്ത് തിരക്കഥ എഴുതിയിട്ടില്ലല്ലോ, ഇത് വാസന്തിയല്ലേ എഴുതിയിരിക്കുന്നത്, അപ്പോൾ അതെങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, അന്ന് എനിക്ക് പത്മരാജൻ എന്നുള്ള വിളി മാറി പപ്പൻ എന്നുള്ള വിളിയിലേക്കുള്ള ഞങ്ങളുടെ ബന്ധം മാറി, അടുപ്പം കൂടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് പപ്പൻ എന്നുള്ള വിളിയാണ്. ഞാൻ പറഞ്ഞു, പപ്പനൊന്ന് ചിന്തിക്കുക, ഇതൊന്ന് വായിച്ച് നോക്കിയിട്ട് വർക്കൗട്ട് ചെയ്യാവുന്നതാണോ. അങ്ങനെ പുള്ളി വായിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ശരിയാ, നമുക്കിത് ചെയ്യാം. അങ്ങനെയാണ് കൂടെ ഉണ്ടാകുന്നത്. കൂടെയുടെ പശ്ചാത്തലം ഒരു റെസിഡൻറ്റ് സ്കൂള്. അത് ഞങ്ങൾ അന്ന് ആലോചിച്ച മേഘാലയ പോലൊരു സ്ഥലത്ത് ബാക്ക്ഗ്രൗണ്ടിൽ എടുക്കാനായിരുന്നു. അന്ന് അവിടെ ചില ഈ കമ്മ്യൂണൽ പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് അവിടെ ഷൂട്ടിങ്ങിന് പ്രശ്നമായിരുന്നു പറഞ്ഞ് മാറ്റി. അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലേക്ക് പോകുമായിരുന്നു. ഊട്ടി പോയത് വളരെ നന്നായി. കാരണം ഊട്ടിയിൽ എൻ്റെ സഹോദരൻ ജോസ് പ്രകാശിന് എൻ്റെ മകൾക്ക് ഒരു സ്കൂളുണ്ട്. മകളും ഹസ്ബൻഡ് PC തോമസ്, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹമായിരുന്നു എൻ്റെ ശരിക്കും ഫൗണ്ടർ. ബുഷപ്പേട്ട് പബ്ലിക് സ്കൂൾ, അവിടെ വെച്ച് ഷൂട്ട് ചെയ്യാം. ഇത് ജ്യേഷ്ഠനാണ് എന്നോട് സജസ്റ്റ് ചെയ്തത്, ജോസ് പ്രകാശ്. അപ്പം ആ പടത്തിൽ ജോസ് പ്രകാശിൻ്റെ മകൻ രാജനും എൻ്റെ ജ്യേഷ്ഠൻ്റെ മകള് എൽസമ്മയുടെ ഭർത്താവ് PC തോമസും ഒക്കെ ഭാഗവാക്കുകളും പാർട്ട്നേഴ്സുമായിരുന്നു. അങ്ങനെയാണ് കൂടെ ഉണ്ടാകുന്നത് 1983. അവിടെയും ഭാഗ്യം കിട്ടി. റഹ്മാനെ പോലെ ഒരു നടൻ നമ്മുടെ കൈകൊണ്ട്, എൻ്റെ മാത്രം കഴിവല്ല, അത് പത്മനാഭൻ്റെയും കഴിവാണ്. അങ്ങനെ ആ ഒരു പടവും വന്നു. അതും ഈ പറഞ്ഞ പോലെ നാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ടു. റഹ്മാൻ അവാർഡ് കിട്ടി. സുഹാസിനി എന്ന് പറഞ്ഞ നടി മലയാളത്തിൽ വന്നു. മമ്മൂട്ടിയുടെ ആദ്യകാല പടങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പടമാണ് കൂടെ. ഇന്നും അതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 83 എന്നൊക്കെ പറയുമ്പോൾ മമ്മൂട്ടി വന്ന് അധികം നാളാകുന്നതിന് മുമ്പുള്ള ഒരു പടം ഇതാണ് ഇത്. ആ പടത്തിന് ഇത്രയും വലിയ ഒരു ജനസമ്മതി കിട്ടുമെന്ന് ഞങ്ങൾക്ക് ശരിക്കും അറിഞ്ഞുകൂടായിരുന്നു. അതുപോലെ നാഷണൽ അവാർഡും കിട്ടി, സ്റ്റേറ്റ് അവാർഡും കിട്ടി, പല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. അതിലെ ജോൺസൻ്റെ പാട്ടുകൾ വളരെ പ്രസിദ്ധമായി. എസ് ജാനകി പാടിയ ആടിവാ കാറ്റ്, പൊന്നുരുകും പൂക്കാലം, ഈ പാട്ട് ഇപ്പോഴും ആ 83 കാലഘട്ടം അവിടുത്തെ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ എൻ്റെ മനസ്സിൽ പച്ച പിടിച്ച് നിൽപ്പുണ്ട്. ആ നല്ല തണുപ്പത്ത് പത്മരാജൻ രാവിലെ 6 മണിക്കും 7 മണിക്കും എഴുന്നേറ്റ് പോയി ഷൂട്ട് ചെയ്യുന്നതും, രാത്രിയിൽ ഒരു സീൻ, മമ്മൂട്ടിയുടെ ഒരു സീൻ എടുക്കാനായിട്ട് രാത്രി 2 മണി വരെ, വെളുപ്പിനെ 2 മണി വരെ ഉറക്കളച്ച് ഞാൻ കാഞ്ഞിരപ്പള്ളിക്കാരൻ ക്രിസ്ത്യാനിയ എന്ന് പറയുന്ന ആ ഒരു രംഗം അന്ന് രാത്രിയിലാണ് എടുത്തത്. കുറേ സമയമെടുത്തത് എടുക്കാനായിട്ട്. അതിൻ്റെ ക്യാമറാമാൻ ഷാജി എൻ കരുണായിരുന്നു, നമ്മുടെ അന്തരിച്ചു പോയ ഷാജി. വേണുവായിരുന്നു അതിൻ്റെ അസിസ്റ്റൻറ്റ് ക്യാമറാമാൻ.
അതവിടെ കുന്തൂര് പട്ടാള ക്യാമ്പ്, അങ്ങനെ ഒത്തിരി ഒത്തിരി സ്ഥലത്താണ് ഷൂട്ട് ചെയ്തത്. അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത് നമ്മുടെ എൻ്റെ ജ്യേഷ്ഠൻ്റെ മരുമകൻ PC തോമസ് ആണ്. അദ്ദേഹം, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം മരിച്ചുപോയി. ഒത്തിരി കടപ്പാടുണ്ട് നമുക്ക് അദ്ദേഹത്തോട്. എന്തായാലും കൂടെവിടെ നമുക്കൊരു വലിയ വിജയമായി മാറി. വിജയമായി മാറിയെന്ന് പറഞ്ഞാൽ ഒരു നല്ല സിനിമ എടുത്ത കൂട്ടത്തിൽ അതും പെട്ടു, കൂടെവിടെ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളൊരു ചിന്തയായി. അതിനുശേഷം എടുക്കുന്ന പടം എൻ്റെ കാണാക്കൂല. അത് ശശികുമാർ സാറാണ് ചെയ്തത്. അങ്ങനെ കുറേ പടങ്ങൾ ശശികുമാർ സാറിനെ കൊണ്ട് എടുപ്പിച്ചു. അതിൽ മമ്മൂട്ടിക്കൊക്കെ ഉണ്ട്. ഈ കാലയളവിൽ ഞാൻ ചില പടങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തുകൊണ്ടാണിത്. ഇതിന് ശേഷം പറന്ന് പറന്ന് പത്മനാഭനെ കൊണ്ട് എടുപ്പിച്ച പടമാണ് കൂടെ കഴിഞ്ഞ്. അങ്ങനെ 3 പടം പത്മനാഭൻ ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തെ കൊണ്ട് സംവിധാനം ചെയ്യിക്കാൻ സാധിച്ചിട്ടില്ല. ഈവൻ അതർവൈസ് അദ്ദേഹം ഒത്തിരി ഒത്തിരി പടങ്ങളിലേക്ക് പോയി. ഇത് കൂടാതെ നിങ്ങൾ കണ്ടാണ് ഇന്നലെ എന്ന് പറഞ്ഞൊരു പടം. ഇന്നലെ ജയറാമും നമ്മുടെ സുരേഷ് ഗോപിയൊക്കെയുള്ള പടം, ശോഭനയൊക്കെ അഭിനയിച്ച പടം. ഇതും കൂടെവിടെ എഴുതിയ വാസന്തിയുടെ നോവലാണ്. അവരെഴുതിയ ഒരു കഥയാണ്. അപ്പം അവരോട് ഞാൻ ഇത് റൈറ്റ് മേടിച്ചു, ചോദിച്ചു തരുമോയെന്ന് ചോദിച്ചു. ഞാൻ പത്മനാഭനോട് ചോദിച്ചിട്ട് തന്നെയാണ് ചെയ്തത്. അപ്പോൾ പുള്ളി ആ റൈറ്റ് തന്നു. നിങ്ങൾ കൂടെവിടെ എടുത്തതല്ലേ, ഇതും എടുത്തോളാൻ പറഞ്ഞ് എടുത്തു. പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ കൈ കൊണ്ട്, അല്ലെ എനിക്ക് അതിൻ്റെ പ്രൊഡ്യൂസറാകാൻ പറ്റിയില്ല, പല കാരണങ്ങൾ കൊണ്ടും മാറേണ്ടി വന്നു. പക്ഷേ ഇന്നും ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ എൻ്റെ ഏറ്റവും ഒരു ദുഃഖമാണ് ഇന്നലെയുടെ പ്രൊഡ്യൂസറാകാൻ എനിക്ക് പറ്റിയില്ലല്ലോ എന്ന്. നല്ലൊരു സിനിമയായിരുന്നു പത്മനാഭൻ്റെ. എല്ലാ പടങ്ങളും നല്ലത് തന്നെ. ആ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു പടമായിരുന്നു ഇന്നലെ. അതിൻ്റെ തീമും കാര്യങ്ങളുമൊക്കെ തുടരെ എൻ്റെ കാണാക്കൂല്, കുഞ്ഞാറ്റക്കിളികൾ, ഇത് കഴിഞ്ഞിട്ട് പിന്നെ ജോണി വാക്കർ, മമ്മൂട്ടിയെ വെച്ച് ജോണി വാക്കർ എടുത്തു. പിന്നെ ജൂഡ് അട്ടിപ്പേര് വെച്ച് പുത്രനെടുത്തു. കെ മധുവിനെ കൊണ്ട് 2 പടം എടുത്തു. ഈ കൈകളും ഒരുക്കം എന്ന് പറഞ്ഞ പടം. രാജസേനെ വെച്ച് ദില്ലിവാല രാജകുമാരൻ. ഇങ്ങനെ ഒരു 19 പടം നിർമ്മിച്ചു. ഇതിലൊക്കെ എനിക്ക് സഹായികൾ, പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. ചില പടങ്ങളിലൊക്കെ അവരുടെയൊക്കെ സഹായമുണ്ട്. പക്ഷേ ഞാനൊരു നിർമ്മാതാവ് എന്നുള്ള നിലയിൽ ഒരിക്കലും അല്ലായിരുന്നു പ്രവർത്തിച്ചത്. ഞാനൊരു പ്രൊഡക്ഷൻ മാനേജറുടെ രീതി വരെ. കാരണം മുടക്കുന്ന പൈസ, അത് ആരാണേലും മുടക്കുന്ന പൈസ തിരിച്ചു കിട്ടണം. സിനിമയെ സംബന്ധിച്ച് നമ്മൾ മുടക്കുന്ന പൈസ കഴിഞ്ഞിട്ട് ഒറ്റ നോട്ട് ലാഭം കിട്ടിയാൽ അതാണ് ലാഭം. നഷ്ടം വന്നാൽ മുഴുവൻ പോകും. അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് സിനിമയുടെ കാര്യത്തിൽ. ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതായിട്ട് പറയുമ്പോൾ ഈ ആകാശദൂതും ഒക്കെ കോട്ടയത്ത് ഷൂട്ട് ചെയ്ത പടമാണ്. അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ വീട്ടിൽ തന്നെയാണ് മെസ്സൊക്കെ ഇട്ടിരിക്കുന്നത്. സിബി മലയിലും പിന്നെ മാധവിയും മുരളിയും ഒക്കെ കോട്ടയത്ത് അവിടെ ലോഡ്ജിൽ താമസിക്കുന്നു. പക്ഷേ പല ദിവസങ്ങളിലും സിബി മലയിൽ എൻ്റെ വീട്ടിൽ വന്ന്, എന്നോടൊപ്പം എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുകയും വളരെയധികം അടുപ്പം ഉള്ള ഒരു വ്യക്തിയാണ് സിബി മലയിൽ എൻ്റെ. അപ്പോൾ എൻ്റെ ഭാര്യയാണ് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് അവിടെ മെസ്സ് നടത്തുന്ന ആളുകളുടെ കൂടെ പോയി മാർക്കറ്റിൽ പോയി ഇറച്ചി, പച്ചക്കറി എല്ലാം മേടിക്കാൻ പോകുന്ന എൻ്റെ വൈഫാണ്. ഇത് പലരുടെയും, പല പ്രൊഡ്യൂസേഴ്സിനും പറയാനുണ്ടാവും ഇതുപോലുള്ള അനുഭവങ്ങൾ. കുടുംബ ഭാര്യമാർ ഇങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യും. കൂടെവിടേക്ക് സുഹാസിനി കൊടുത്ത സകല സാരികളും എൻ്റെ ഭാര്യ പോയി സെലക്ട് ചെയ്തെടുത്ത സാരികളാണ്. ഒരു ടീച്ചർ, ഒരു സാധാരണ ടീച്ചർ, ഒരു വലിയ ഒരു, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇപ്പോഴത്തെ രീതിയിലുള്ള ഭയങ്കര ഒരു ഇതിലുള്ള സാരികളല്ലല്ലോ ഈ തിളങ്ങുന്ന സാരി. ഒരു ടീച്ചർ എടുക്കേണ്ട ഒരു കോട്ടൺ സാരികൾ, ഇതെല്ലാം എടുത്തത് എൻ്റെ ഭാര്യ തന്നെ പോയാണ് എടുത്തത്. പിന്നെ ഏത് പടം എടുക്കുമ്പോഴും കഴിയുമെങ്കിൽ എവിടെയൊക്കെ ചിലവ് ചുരുക്കാമെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അത് ഒരു പ്രൊഡ്യൂസറുടെ ധർമ്മമാണ്. കാരണം പടം ഓടിയില്ലെങ്കിൽ നമ്മളെ ആരും സഹായിക്കാനൊന്നുമില്ല. അത് സിനിമ എടുത്തവർക്കറിയാം. പൊട്ടിപ്പോവുക എന്ന് പറഞ്ഞാൽ ആ പടം മൊത്തം പോയി എന്നാണ്. കിട്ടുമ്പോൾ നമുക്ക് മൊത്തം കിട്ടുന്നു എന്നല്ല, അങ്ങനെ അർത്ഥമാക്കരുത്. കിട്ടുമ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള ഇത് വരും. പക്ഷേ പൊട്ടിപ്പോയാൽ ആരും നമ്മളെ തിരിഞ്ഞു നോക്കുക പോലും, ഡേറ്റും തരികയില്ല, ഒന്നും തരത്തില്ല. അത് വേറെ കാര്യം. എന്തായാലും ഈ പറഞ്ഞ പടങ്ങളൊക്കെ തരക്കേടില്ലാതെ പോയി. ജോണി വാക്കർ നന്നായിട്ട് പോയി. രഞ്ജിത്താണ് അത് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഡയറക്ടർ രഞ്ജിത്തുണ്ടല്ലോ, രഞ്ജിത്താണ് അതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. ജയരാജാണ് ചെയ്തത്. പിന്നെ സുരേഷ് ഗോപിയെ വെച്ച് ഹൈവേയും ജയരാജാണ് ചെയ്തത്. രാജസേനെ വെച്ച് ഞങ്ങൾ സന്തുഷ്ടരാണ്,
അങ്ങനെ ഒരു പടം കൂടി എടുത്തു, ഈ ദില്ലിവാല കൂടാതെ. ഇങ്ങനെ കുറേ പടങ്ങൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു. ഇതിനിടയ്ക്കൊക്കെയുള്ള ചില അനുഭവങ്ങൾ എന്ന് പറയുന്നത്, നഷ്ടങ്ങൾ പറ്റിയ വലിയ പടങ്ങളുണ്ട് എനിക്ക്. പുത്രൻ, ബിജു മേനോൻ്റെ ആദ്യത്തെ പടം. മിഖായലിൻ്റെ സന്തതികൾ എന്ന പരമ്പരയുടെ ഒരു സെക്വലായിട്ടാണ് ഈ പടം എടുക്കാൻ ഉദ്ദേശിച്ചത്. എനിക്കത് ഇഷ്ടമായിരുന്നു. കാരണം മിഖായലിൻ്റെ സന്തതികളിൽ മെയിൻ റോൾ ചെയ്തത് എൻ്റെ ബ്രദർ ജോസ് പ്രകാശാണ്. നല്ലൊരു ക്യാരക്ടറാണ്. ആ കഥ നമ്മുടെ PF മാത്യൂസ് എഴുതിയത് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരാഗ്രഹം അതിൻ്റെ ഒരു തുടർക്കഥയായിട്ട് നമുക്ക് എടുത്താലോ. അങ്ങനെ ജൂഡുമായിട്ട് സംസാരിച്ചു. ജൂഡ് സമ്മതിച്ചു, ജ്യേഷ്ഠൻ സമ്മതമായിരുന്നു. അങ്ങനെ പുത്രൻ എന്ന സിനിമയായി. അപ്പോൾ ബിജു മേനോനെ നായകനാക്കി. അവിടെ പ്രശ്നം ഉണ്ടായത്, ബിജു മേനോനെ നായകനാക്കുന്നതിൽ അതിൻ്റെ വിതരണക്കാരെതിരായിരുന്നു. ബിജു മേനോൻ സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല, ആകെ സീരിയലിലേ വന്നിട്ടുള്ളൂ. സിനിമയിലാരും അത് ഒരുപക്ഷെ സ്വീകരിച്ചില്ലെങ്കിൽ. പക്ഷേ ബിജു അന്ന് ആ സീരിയൽ നന്നായിട്ട് ചെയ്തു. എനിക്കതിനോട് എതിർപ്പൊന്നുമില്ലായിരുന്നു. യാതൊരു തരത്തിലും ബിജു ചെയ്യട്ടെ എന്നാണ്. അപ്പോഴും ജൂഡ് നമ്മുടെ കൂടെ നിന്നു. ജൂഡ് പറഞ്ഞില്ല, അത് ബിജു മേനോൻ തന്നെ ചെയ്യണം. അങ്ങനെയാണ് ബിജു മേനോൻ പുത്രൻ ചെയ്തത്. നിങ്ങൾക്കറിയാം, ആകാശദൂതിൽ കൂടെയാണ് നമ്മുടെ NF വർഗീസ് വലിയൊരു വേഷം ചെയ്തു. ആ NF വർഗീസ് പിന്നീട് ഈ പുത്രനിലും ഒരു വേഷം ചെയ്തു. എൻ്റെ വേറെ ഞങ്ങൾ സന്തുഷ്ടരുടെ പടത്തിലൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ കൂട്ടത്തിൽ ഒന്ന് പറയേണ്ടത്, എൻ്റെ കാണാക്കൂൽ എന്ന പടം ഞാൻ എടുക്കുന്ന കാര്യം പറഞ്ഞു. അതിലെ സംഗീത സംവിധാനം ചെയ്തിരിക്കുന്ന AJ ജോസഫ് എന്ന് പറയുന്നയാളാണ്. അധികം പേർക്ക് അദ്ദേഹത്തെ അറിയില്ല. 2-3 പടങ്ങളെ ചെയ്തിട്ടുള്ളൂ. ജോസഫ് ഞങ്ങളുടെ പള്ളിയിലെ കൊയർ മാസ്റ്ററായിരുന്നു. ഞങ്ങളൊക്കെ കൊയറിൽ പാടുന്നവരും ജോസഫ് മാസ്റ്ററുമായിരുന്നു. അതിൻ്റെ ട്യൂണുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു പ്രാവശ്യം ഞങ്ങളുടെ പള്ളിയിലെ ഏതോ ഒരു ചടങ്ങിന് വന്ന എൻ്റെ ബ്രദർ ജോസ് പ്രകാശ് എന്നോട് ചോദിച്ചു, എടാ നീ വിചാരിച്ചാൽ ഏതെങ്കിലും സിനിമയിൽ ഈ ജോസഫിനൊരു സിനിമയിൽ. ഞാൻ പറഞ്ഞു, സിനിമ വേറെ അല്ലേ, അറിയാമല്ലോ. ഞാനിപ്പം ഏതെങ്കിലും കാസറ്റുകാരോട് ചോദിച്ചാൽ AJ ജോസഫ് എന്ന് പറയുന്ന സംഗീത സംവിധായകനാണെന്ന് പറഞ്ഞാൽ പാട്ടെടുക്കുമോ, പാടുന്നവരെടുക്കുമോ, നമുക്കറിയാം. അല്ല, നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. അപ്പം ഞാൻ എൻ്റെ കൂടെയുള്ള ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പാർട്ട്നേഴ്സുണ്ട്, അവരോടൊക്കെ ചോദിച്ചു, നമുക്കിങ്ങനെ ഒരാളെ ഒന്ന് ശ്രമിക്കാം, പുതിയൊരാൾ കുറച്ച് പാട്ട് ചെയ്യട്ടെ. ശശികുമാർ സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആര് ചെയ്താലും കുഴപ്പമില്ല. എൻ്റെ കൂട്ടുകാരെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതിനപ്പുറം ചെയ്യുകയില്ല. അങ്ങനെ AJ ജോസഫ് പാട്ട് ചെയ്യിച്ചു. K ജയകുമാറാണ് പാട്ട് എഴുതിയത്. ജയകുമാർ എൻ്റെ 2-3 പടത്തിൽ പാട്ട് എഴുതിയിട്ടുണ്ട്. എൻ്റെ നല്ല സുഹൃത്താണ് K ജയകുമാർ. അപ്പോൾ ആ പടത്തിലെ പാട്ടിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ചിത്രയ്ക്ക്, എൻ്റെ കാണാക്കൂലിലെ പാട്ടിന് നല്ല 2 പാട്ടുകൾ അതിലുണ്ട്. കുഞ്ഞാറ്റക്കിളികളും പുള്ളി തന്നെയാണ് ചെയ്യുന്നത്. അദ്ദേഹം ചെയ്ത പാട്ടുകളാണ് ആകാശഗംഗ തീരത്തിനപ്പുറം, അത് ജോസഫ് ചെയ്തതാണ്. ചിത്രയ്ക്ക് അവാർഡ് കിട്ടി. പിന്നെ പുള്ളി ഒത്തിരി ഭക്തിഗാനങ്ങൾ ചെയ്തയാളാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഈ സമയം ഓർക്കുമ്പോൾ അദ്ദേഹം മരിച്ചുപോയി. എൻ്റെ ഒരു നല്ല സുഹൃത്തായിരുന്നു. എൻ്റെ 3 പടങ്ങളിൽ അദ്ദേഹം സംഗീതം ചെയ്തു. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നമ്മുടെ കൈകൊണ്ട് അല്ല, നമ്മൾ വഴിയായിട്ട് കുറച്ച് പേര് സിനിമയിൽ വന്നു എന്ന് നമുക്ക് ആശ്വസിക്കാം. എൻ്റെ മാത്രം കഴിവല്ല, എന്നോടൊപ്പം ഉണ്ടായിരുന്നവരും എൻ്റെ സംവിധായകരും ഒക്കെ സമ്മതിച്ചിട്ട് ചെയ്തതാണ്. ഇവരൊക്കെ ഞാനെപ്പോഴും അഭിമാനപൂർവ്വം പറയും, എൻ്റെ പടത്തിൽ കൂടെ വന്ന അശോകനെയും റഹ്മാനെയും ബിജു മേനോനെയും ഇവരെല്ലാവരും പറയും. ജോണി വാക്കറിൻ്റെ സ്ക്രിപ്റ്റ് കോട്ടയത്ത് വെച്ച് എഴുതിയതാണ്. അന്ന് രഞ്ജിത്ത് കോട്ടയത്ത് ഞാൻ വന്ന് അവിടെ ഒരു ലോഡ്ജിൽ താമസിപ്പിച്ചിരിക്കുകയായിരുന്നു സ്ക്രിപ്റ്റ് എഴുതാനായിട്ട്. അപ്പോൾ അതിൻ്റെ പാട്ടുകൾ നമുക്ക് എഴുതാനായിട്ടൊരാൾ വേണം. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് ജയകുമാറിനെ വിളിക്കാം, എനിക്ക് പരിചയമുണ്ട്. അതല്ലെങ്കിൽ ആ കാലത്തുള്ള വേറെ ആരെങ്കിലും വിളിക്കാം. ഇപ്പം രഞ്ജിത്ത് പറഞ്ഞില്ലേ, എൻ്റെ കയ്യിലൊരാളുണ്ട്, ഒന്ന് നോക്കണം, അത് നല്ലൊരു പാട്ട്. പുള്ളി ഒരു പടത്തിലെ പറ്റി എഴുതിയിട്ടുണ്ട്, പക്ഷേ നല്ല എഴുത്തുകാരനാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ആഗ്രഹക്കുറവല്ല, നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ രീതിയിൽ ഈ കാസറ്റൊക്കെ വിൽക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇല്ല അതൊന്ന് ശ്രമിക്കണം. അപ്പം ജയരാജും പറഞ്ഞു നോക്ക്. ഞാൻ പറഞ്ഞപ്പം ആ പുള്ളി അവിടെ ഉണ്ട്, ഇവരുടെ കൂടെ ഉണ്ട്, ഈ ലോഡ്ജിൽ സ്ക്രിപ്റ്റ് എഴുതുന്ന കൂട്ടത്തിൽ പുള്ളിയെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്, രഞ്ജിത്തിനെ. പുള്ളി എഴുതുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ശ്രമിക്കാം.
അല്ല പുള്ളി വന്നൊന്ന് വീട്ടിൽ വന്നൊന്ന് കാണും കേട്ടോ. ഞാൻ പറഞ്ഞു എന്നെ കാണണ്ട, ഞാൻ ആ ലോഡ്ജിൽ വരുമ്പോൾ അല്ലല്ല വീട്ടിൽ വന്ന് കാണട്ടെ. അങ്ങനെ പുള്ളി വീട്ടിൽ വന്നു. ഗിരീഷ് പുത്തഞ്ചേരി. അപ്പോൾ പാവം മനുഷ്യൻ. ഞാനീ പറയുന്നത് 91 കഥയാണ്. ഞാൻ പറഞ്ഞു ഗിരീഷ്, എനിക്ക് താങ്കളുടെ പാട്ട് എല്ലാം പറ്റും, ഞാൻ ഇതിന് മുമ്പുള്ള പാട്ടുകൾ കേട്ടിട്ടില്ല, എനിക്ക് സന്തോഷമാണ്. അല്ലേ സാർ, എനിക്കൊരവസരം ഇതിന് തരണം. ഞാൻ പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല, എൻ്റെ ഡയറക്ടർക്കും സമ്മതം, പ്രത്യേകിച്ച് ഡയറക്ടറെ ആവശ്യപ്പെടുന്നു, എഴുത്തുകാരൻ രഞ്ജിത്ത് ആവശ്യപ്പെടുന്നു, നമുക്ക് എഴുതാം. അങ്ങനെ പുള്ളിയെ ഫിക്സ് ചെയ്യുന്നു. സംഗീത സംവിധായകൻ SP വെങ്കടേശാണ്. ഈ ഗിരീഷ് പുത്തഞ്ചേരിയെ പറ്റിയൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു ദുഃഖമുണ്ട്. കാരണം നമ്മൾ ഇത്രയും കാലം സിനിമാ ഫീൽഡിൽ നിന്നു പലരും ഇന്നില്ല. അത് ഓർക്കുമ്പോൾ വലിയ ദുഃഖമാണ് നമുക്കത്. ഓരോരുത്തരും എല്ലാം അടുപ്പം വെച്ച് നോക്കുമ്പോഴാണ് നമ്മൾ ഇവരൊന്നും ഇന്നും ഇല്ലല്ലോ. പത്മരാജൻ, ആദ്യം വന്ന പത്മരാജൻ ഇല്ല. എൻ്റെ പടത്തിൽ അഭിനയിച്ച ഭരത് ഗോപി ഇല്ല, അസീസ് ഇല്ല. ഇങ്ങനെ ഓരോ പടത്തിൻ്റെ ലിസ്റ്റ് ഞാൻ എടുത്തു നോക്കും. ഇവരൊക്കെ മൺമറഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്നല്ലോ ദൈവമേ. ഓരോരുത്തരും എത്ര സ്നേഹം ഉണ്ടായിരുന്നവരാണ്. മദ്രാസിൽ SP വെങ്കടേശനെ കാണണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പുള്ളിയെ വിട്ടു മദ്രാസിൽ. പുള്ളി അതിന് മദ്രാസിൽ പോയിട്ടില്ല. SP വെങ്കടേശൻ എന്ന് ന്യൂ വുഡ്ലാൻഡ്സ് റൂം എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹം പിന്നെ ട്രെയിനിൽ പോകുന്നു. അവിടെ ചെന്ന് ഈ പറഞ്ഞ സ്ഥലത്ത് പോയി SP ആയിട്ട് കാണുന്നു. കുറേ പാട്ടുകളുടെ ട്യൂണിട്ട് കേൾപ്പിച്ച് കഴിഞ്ഞ് എഴുതി കൊടുത്തിരുന്നു. SP തന്നെ വിളിച്ചു പറഞ്ഞു, മനോഹരമായിട്ട് ഈ പയ്യൻ എഴുതുന്നുണ്ടല്ലോ. നിങ്ങൾക്കറിയാം ശാന്തമീ രാത്രിയിലുള്ള പാട്ട് എത്രയോ ഇന്നും അല്ലേ പ്രശസ്തമാണ്. ഇതിനുശേഷം ഞാനെടുത്ത പല പടങ്ങൾക്കും ഈ പറഞ്ഞ ഗിരീഷ് പുത്തഞ്ചേരി, എൻ്റെ വീടപ്പൂവിൻ്റെയും ഞാൻ എടുത്ത പടമാണ്. അതൊക്കെ പുള്ളി എഴുതിയതാണ്. ഒരു ബോണ്ടാണ് അത്. പൈസ അല്ലായിരുന്നു അതിൻ്റെ അകത്തെ ബന്ധം. ഞാൻ എപ്പം വരണം, എപ്പോൾ എഴുതണമെന്ന് എന്നോട് ചോദിച്ചാൽ മതിയെന്നാണ് ഗിരീഷൊക്കെ എന്നോട് ചോദിച്ചിട്ടുള്ളത്. സാമ്പത്തികമായിരുന്നില്ല അവിടുത്തെ അടുപ്പം. വളരെ എന്താ പറഞ്ഞത്, ഓർക്കുമ്പോൾ ദുഃഖം തോന്നുന്ന, നമുക്ക് മനസ്സിൽ എപ്പോഴും ഒരു ദുഃഖം തളം കെട്ടിരിക്കുകയാണ് ഈ ഗിരീഷിനെയൊക്കെ ഓർക്കുമ്പോൾ. അപ്പോൾ അതായത് ഇവരൊക്കെ നമ്മളെ വേർപിരിയേണ്ടാത്ത സമയത്ത് പോയവരാ. അവരുടെയൊക്കെ നല്ല പ്രായത്തിൽ വിട്ടുപോയി. ഇപ്പോൾ പത്മരാജനെ പോലെ ഒരാളൊക്കെ മരിക്കുമ്പോൾ എന്ത് പ്രായമുണ്ട്, വളരെ ഏറെ പ്രായത്തിൽ മരിച്ചതാണ്. ഗിരീഷ് ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ നല്ല സിനിമകളും നമുക്കിന്ന് കാണാമായിരുന്നു ആലോചിച്ച് പോയിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരെ ഓർക്കുമ്പോൾ ഇത്രയും പടങ്ങൾ അഭിനയിച്ച്, ഞാൻ അതിൻ്റെ 90 പടത്തിലുള്ള അഭിനയിച്ചു. കുറേ പരിചയങ്ങളും സംവിധായകരും നടന്മാരും എല്ലാവരുമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ചുരുക്കം ചിലർ മാത്രം ഞാൻ സിനിമാക്കാരനാണ്, ഞാൻ സിനിമാ താരമാണ് എന്ന് പറയുന്ന ചിലരുണ്ട്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, ശരിയല്ലത്. എന്നാൽ ചിലർ, ഞാനും ഒരു മനുഷ്യനാണ്, ദൈവം എനിക്ക് കലയോട് ഇഷ്ടം തന്നു, അതുകൊണ്ട് കലാരംഗത്ത് വന്നയാളാണ്, ദൈവം എന്നെ അനുഗ്രഹിച്ചു. ആ കൂട്ടത്തിൽ ഞാൻ ആദ്യം പറയുന്ന 2 വ്യക്തികളുണ്ട്, എൻ്റെ മറക്കാൻ വയ്യാത്ത സുഹൃത്തുക്കൾ. ഒന്ന് നെടുമുടി വേണു, ഒന്ന് ജഗതി ശ്രീകുമാർ. എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. കാരണം അവരൊക്കെ എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക, ഇപ്പോൾ പടമൊന്നും എടുക്കുന്നില്ല, ഇതേ ഞങ്ങളുണ്ട് കേട്ടോ എന്നിങ്ങോട്ട് പറയുക. നമ്മൾ അങ്ങോട്ട് ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതല്ല. അവരൊക്കെ പോയി എന്നുള്ളതാണ്. വേണു പോലും മരിക്കുന്നതിന് 3 ആഴ്ച മുമ്പ് കോട്ടയത്ത് എൻ്റെ വീട്ടിൽ വന്നിരുന്നു. ജഗതി എപ്പോൾ കോട്ടയത്ത് വന്നാലും വീട്ടിൽ വരുന്ന ആളായിരുന്നു. എപ്പോൾ കോട്ടയത്ത് എൻ്റെ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് കടന്നു പോയാൽ എൻ്റെ വീട്ടിൽ കയറും. മമ്മൂട്ടി ഒരു കാലത്ത് ഉണ്ടായിരുന്നു കൂടെ ഇവിടെ കാണാക്കുയിൽ സമയത്ത്. കാരണം കോട്ടയത്തൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വീട്ടിൽ വരും, വളരെ സന്തോഷം ആയിട്ട്. സുരേഷ് ഗോപി അടുത്ത കാലത്തും വരാറുണ്ട്. പക്ഷേ ഇന്നൊന്നും മമ്മൂട്ടിക്ക് പറ്റിയില്ല, കാരണം അദ്ദേഹം അതുപോലെ തിരക്കായിപ്പോയി. വേണുവിൻ്റെ കഥ പറയുകയാണെങ്കിൽ, വേണുവും മരിക്കുന്നതിന് 3 ആഴ്ച മുമ്പ് ജയരാജിൻ്റെ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് കോട്ടയത്ത് വന്നപ്പോഴാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത്തവണ പോകുമ്പോൾ എനിക്ക് നിങ്ങളുടെ തേയിലക്കടയിൽ നിന്ന് വെച്ചാൽ നല്ല തേയില വേണം കേട്ടോ. ഞാൻ പുള്ളിക്ക് അത് എത്തിച്ചു കൊടുത്തു. പുള്ളി താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ട് കൊടുത്തു. പുള്ളി 2 ആഴ്ച കഴിഞ്ഞാണ് മരിക്കുന്നതൊക്കെ. ഭാര്യ പറഞ്ഞു, നീ ഒന്ന് വിളിച്ചേക്കണം കറിയാച്ചനെ, ആ തേയില, ആ ചായ കുടിച്ചതിൻ്റെ രുചി ഒന്ന് അറിയിച്ചേക്കണം എന്നൊക്കെ പറയുന്നു.
അല്ല, ഈ അടുപ്പം എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് കലാകാരന്മാർക്കുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞത് ഇത് എന്തൊ നമ്മളൊക്കെ എന്തൊക്കെയാണെന്നൊരു തോന്നൽ ചിലരുടെ മനസ്സിൽ കയറുമ്പോഴാണ് ഇതൊന്നുമല്ല. നമ്മളൊക്കെ വെറും മനുഷ്യരാണ് എന്ന് ചിന്തിച്ചാൽ ഇതൊന്നും വരികയില്ല. നമുക്ക് ദൈവം കഴിവ് തന്നിരിക്കുന്നു. അതിനകത്ത് നമ്മൾ പ്രവർത്തിക്കുന്നു എന്നല്ലാതെ എനിക്ക് എനിക്ക് തോന്നിയിട്ടില്ല. ചിലരുടെയും അനുഭവങ്ങളുണ്ട്. ഞാൻ ആരുടെയും പ്രത്യേകിച്ച് പേര് പറയുന്നത് ശരിയല്ല. പിന്നെ എനിക്ക് ഇവരോടൊക്കെ കടപ്പാടുകളാണ്. എനിക്ക് വേണ്ടി സംവിധാനം ചെയ്ത ഡയറക്ടേഴ്സ്, എഴുത്തുകാര്, പാട്ടെഴുത്തുകാർ എല്ലാവരോടും എനിക്ക് സ്നേഹവും കടപ്പാടുമുണ്ട്. ഞാനെടുത്ത പടങ്ങൾ സാമ്പത്തികമായിട്ട് പൊട്ടിയ അവരോട് പോലും ഡയറക്ടേഴ്സിനോട് പോലും എനിക്ക് പിണക്കമില്ല. കാരണം ഞാനും കൂടെ സമ്മതിച്ചിട്ടെടുത്ത പടമാണ്. ഒരു സിനിമ പൊട്ടാൻ വേണ്ടി ഒരു ഡയറക്ടർ എടുക്കുകയില്ല. എൻ്റെ സിനിമ നശിച്ചു പോകണമെന്ന് സ്വയം ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടറും ഇല്ല. അത് നമ്മുടെ ഒരു ഭാഗ്യക്കേടാണ്. അപ്പോൾ അവരെയൊക്കെ ഞാൻ ബഹുമാനപൂർവ്വം ഓർക്കുകയാണ്. എനിക്ക് അവസരങ്ങൾ തന്ന എത്രയോ പേര്, എത്രയോ പ്രൊഡ്യൂസേഴ്സ്. ഞാൻ ആദ്യകാലങ്ങളിൽ ഈ 70കളിലൊക്കെ അവസരങ്ങൾ ചോദിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ദുഃഖം വരുന്നത് ഇപ്പോൾ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളിൽ ഞാനൊരു നല്ല പ്രൊഡ്യൂസറായി കഴിഞ്ഞ് എൻ്റെ അടുത്ത് ഈ അവസരം ചോദിച്ചു വരുന്നവരുടെ മുമ്പിലാണ് ഞാൻ വിഷമം തോന്നുന്നത്. ദൈവമേ, ഞാനും ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ, എനിക്കൊരു അവസരം തരാമോ എന്ന് ചോദിച്ചിട്ടുള്ള സംവിധായകരുണ്ട്. അപ്പോൾ അവരുടെ മനസ്സ് ഞാൻ കാണും. നമുക്ക് സഹായിക്കാൻ പറ്റാതെ വരുന്ന അവസരങ്ങൾ വരുമ്പോൾ നമുക്ക് ദുഃഖമാണ്. ഒരു വ്യക്തി എന്നുള്ളത് എനിക്ക് ദുഃഖമാണ്. ഞാൻ അഭിനയിക്കാത്ത സംവിധായകരെന്ന് പറയുന്നത് ഞാൻ അഭിനയിച്ചിട്ടില്ല. ഫാസിലിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടില്ല. സത്യനന്ദിക്കാടിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടില്ല. ഹരിഹരൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടില്ല. പക്ഷേ ഇവരൊക്കെ നല്ല അടുത്ത സുഹൃത്തുക്കളുമാണ്. ഒക്കെ നമ്മളെ വിളിക്കാതെ അത് അവരുടെ അതല്ല. പക്ഷെ അവരെയൊക്കെ ഞാൻ ബഹുമാനിക്കുന്ന സംവിധായകരാണ്. വ്യക്തിബന്ധങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ സിബി മലയിലിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അദ്ദേഹം എടുത്ത പടങ്ങൾ ഓടിയതുകൊണ്ട്, ആകാശദൂതയിലെ പടം ഓടിയത് കൊണ്ടാണോ എന്ന് ചോദിക്കരുത്. അതല്ല, വ്യക്തി എന്നുള്ള നിലയിൽ ഒരു സാധാരണ മനുഷ്യൻ, ഒരു സംവിധായകൻ എന്നുള്ള ഒരു ജാടയോ ഒന്നുമില്ലാതെ ഏത് അന്തരീക്ഷത്തിലും ഒരു സിനിമ ഇപ്പോൾ ആകാശദൂതൊക്കെ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആ പടം എടുക്കുമ്പോൾ ഇത് ഓടുമെന്ന് സംശയമുണ്ടായിരുന്നു. മാധവിക്കൊന്നും വലിയ പേരൊന്നുമില്ല. മുരളിയെ നായകനായിട്ട് കൊണ്ടിരുന്നു. 2-3 പിള്ളേരും ഉണ്ട്. ഇതിൻ്റെ അകത്ത് എന്ത് വരും? പക്ഷേ സബ്ജക്റ്റ് നല്ലതാണ്. അത് എഴുതിയിരിക്കുന്നത് എൻ്റെ സഹോദരിയുടെ പുത്രനാണ്, ഡെന്നീസ് ജോസഫ്. എൻ്റെ മൂത്ത സഹോദരിയുടെ മകനാണ്. അവൻ എഴുതിയതാണ് ആകാശദൂത്. എനിക്ക് അതിൽ വളരെ വിശ്വാസമായിരുന്നു. അത് സിബിക്കും നല്ല വിശ്വാസമായിരുന്നു. ആ പടം കോട്ടയം പരിസരത്ത് വെച്ചാണ് എടുത്തത്. അവിടെ ഒരു കൊവേന്ത ഒക്കെ വെച്ചാണ് എടുത്തത്. ശരിക്കും പറഞ്ഞാൽ അതിലെ 1-2 പാട്ടുകളൊക്കെ കുറച്ച് മാറി മൂന്നാറിലോ പെരുമലിലോ ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടും ഒക്കെയാണ് ആ പടം ആ പാട്ടുകൾ ഞങ്ങൾ കിട്ടുന്ന സൗകര്യം വെച്ച് അത് കോട്ടയത്ത് തന്നെ എടുത്തത്. അതിന് സിബി ഒത്തിരി സഹായിച്ചു. അതിനാണ് സിബി മലയിനോടൊക്കെ നമുക്ക് ഒന്നും കടപ്പാടും നന്ദിയും ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അവരൊക്കെ നമ്മളോട് കൂടെ നിന്നു. അതുപോലെ എല്ലാ സംവിധായകരും നമുക്ക് വേണ്ടി പടം ശശികുമാർ സാർ, അങ്ങേരുമൊക്കെ എന്താണ് ഒരു പ്രൊഡ്യൂസർ അടുത്ത പടം എടുക്കണം അങ്ങനെ ചിന്തിക്കുന്നയാൾ. അതുപോലെ രാജസേനൻ, ഈ ദില്ലി വാല രാജകുമാരനൊക്കെ ഊട്ടിയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ കൊടും തണുപ്പത്ത് രാവിലെ 6 മണിക്ക് രാജസേനൻ സെറ്റിൽ റെഡിയാണ്. ഇവരൊക്കെ കമ്മിറ്റഡ് ഡയറക്ടേഴ്സായിരുന്നു. എൻ്റെ അനുഭവമാണ്. ഞാൻ മനസ്സിലാക്കിയ ആൾക്കാരാണ്. ആരും മോശമല്ല. എനിക്ക് വേണ്ടി ചെയ്ത എല്ലാവരും നല്ല ഡയറക്ടേഴ്സ് തന്നെ. എല്ലാവരും നന്നായിട്ട് ചെയ്യുകയും ചെയ്തു. പിന്നെ അനുഭവങ്ങൾ പലതും നല്ലതും ചീത്തയും ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. ഈ എൻ്റെ പടത്തിലൊരു അഭിനയിച്ച ഒരാൾ ഞാൻ കൊടുത്ത റെമ്യൂണറേഷൻ ശരിയല്ല, കുറവായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പടത്തിൽ കൂടെ തന്നെ ഒരു വലിയ റോൾ ചെയ്ത ഒരാളാണ്. ആൾ ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ശരിയല്ല. അത് ഒരു പക്ഷേ അദ്ദേഹം ശരിയായിരുന്നായിരിക്കാം. അദ്ദേഹം വാങ്ങിക്കുന്ന പൈസ അന്ന് ഞാൻ കൊടുത്തില്ല. എനിക്ക് ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചില വിട്ടുവീഴ്ചകൾ ആഗ്രഹിച്ചു പോയി. അത് പുള്ളി ചെയ്തില്ല. അതുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ ഫീൽ ചെയ്യാൻ കാര്യം. അല്ല, അത് വിഷമം വരും. കാരണം ബേസിക്കലി നമ്മളൊക്കെ മനുഷ്യരാണല്ലോ. നമ്മൾ ഏതെല്ലാം സ്ഥാനത്തെത്തിയാലും നമ്മുടെ ഉള്ളിൽ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. നമ്മുടെ മനസ്സ് എന്ന് പറയുന്ന ഒന്നുണ്ട്. മനുഷ്യത്വപരമായ പല കാര്യങ്ങളും ചിന്തകളുണ്ട്. നമ്മളൊരാൾക്കൊരു സഹായം ചെയ്താൽ തിരിച്ചൊരു സഹായം ചോദിക്കും, കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നതാണ് കുഴപ്പം. അത് ചെയ്തില്ല എന്നുള്ളതാണ്.